ബ്രിട്ടീഷ് ഭരണകാലത്തെ സുപ്രധാന നിയമമായിരുന്നു 1773 നടപ്പിലാക്കിയ റെഗുലേറ്റിംഗ് ആക്ട്. ഈ നിയമം നടപ്പിലാകുന്നതുവരെ ബംഗാളിലെ ഭരണനിർവഹണം നടത്തിയിരുന്നത് ഗവർണർമാരായിരുന്നു. റോബർട്ട് ക്ലൈവ് ആയിരുന്നു അക്കാലത്തെ ബംഗാൾ ഗവർണർ. ബംഗാളിലെ ആദ്യ ഗവർണറും അദ്ദേഹമായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ, ബ്രിട്ടീഷ് ഇന്ത്യൻ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് റോബർട്ട് ക്ലൈവ് ആയിരുന്നു. 1765 ബംഗാളിൽ ദ്വിഭരണം എന്നറിയപ്പെടുന്ന ഭരണരീതി നടപ്പിലാക്കിയത് അദ്ദേഹമായിരുന്നു. ഒടുവിൽ അപവാദ പ്രചരണങ്ങൾ മൂലം അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. 1773 നടപ്പിലാക്കിയ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ബംഗാളിലെ ഗവർണർ എന്ന പദവിക്ക് ഗവർണർ ജനറൽ എന്ന് പുതിയ പേര് നൽകി. അങ്ങനെ ആദ്യ ഗവർണർ ജനറലായി വാറൻ ഹേസ്റ്റിങ്സ് 1773 നിയമിതനായി. ബംഗാളിൽ ഏറ്റവും കൂടുതൽ കാലം ഗവർണർ ജനറൽ ആയിരുന്നത് വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. 1774 കൊൽക്കത്ത സുപ്രീം കോടതി നിലവിൽ വരുമ്പോൾ ബംഗാൾ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. റോബർട്ട് ക്ലൈവ് ആരംഭിച്ച ദ്വിഭരണം നിർത്തലാക്കിയത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇദ്ദേഹം ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഇംപീച്ച്മെന്റ് നടപടിക്ക് വിധേയനായി. ഇത്തരത്തിൽ നടപടിക്ക് വിധേയനായ ആദ്യ ഗവർണർ ജനറലും ഇദ്ദേഹമാണ്. ഇംപീച്ച്മെന്റ് നടപടിക്ക് കാരണമായ 3 പ്രധാന സംഭവങ്ങളായിരുന്നു മഹാരാജ നന്ദകുമാർ സംഭവം, ചൈത് സിംഗ് സംഭവം, ഔദ് ബീഗം സംഭവം എന്നിവ. വാറൻ ഹേസ്റ്റിങ്സിനോടൊപ്പം കൊൽക്കത്ത സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എലീജ ഇംപെയും ഇംപീച്ച്മെന്റ് നടപടിക്ക് വിധേയനായി. ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ഗവർണർ ജനറൽ ആയിരുന്നു വാറൻ ഹേസ്റ്റിങ്സ്. ക്വിൻകിനയിൽ ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയതും റിംഗ് ഫെൻസ് എന്ന നയം രൂപീകരിച്ചതും ഇസ്ലാമിക പഠനത്തിനായി കൽക്കട്ടയിൽ മദ്രസ സ്ഥാപിക്കുകയും ചെയ്തതും വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ചാൾസ് വിൽക്കിൻസ് ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ ആമുഖം എഴുതിയത് വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ കാലത്താണ് ഇന്ത്യ ചരിത്രത്തിലും സംസ്കാരത്തിലും ഗവേഷണം നടത്തുന്നതിനായി 1784 റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത്. സർ വില്യം ജോൺസ് ആണ് ഈ സൊസൈറ്റി സ്ഥാപിച്ചത്. 1773 അവധിലെ നവാബുമായി വാറൻ ഹേസ്റ്റിങ്സ് ഒപ്പുവെച്ച ഉടമ്പടിയാണ് ബനാറസ് ഉടമ്പടി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രദേശങ്ങളെ മറാത്തക്കാരുടെയും അഫ്ഗാനികളുടെയും ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിന് അവധ് ഒരു ഇടരാജ്യമായി പ്രവർത്തിക്കും എന്നതാണ് ഉടമ്പടി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വില്യം പിറ്റിന്റെ കാലത്ത് കമ്പനി ഭരണത്തിന്റെ മേൽ ബ്രിട്ടന്റെ നിയന്ത്രണം പൂർണ്ണമാക്കിക്കൊണ്ട് 1764 നടപ്പിലാക്കിയ നിയമമായിരുന്നു പിറ്റ്സ് ഇന്ത്യ ആക്ട് അഥവാ പിറ്റിന്റെ ഇന്ത്യ നിയമം. ഈ നിയമം നടപ്പിലാക്കുമ്പോൾ ബംഗാൾ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. കോൺവാലിസ് പ്രഭു വാറൻ ഹേസ്റ്റിങ്സിനു ശേഷം ബംഗാൾ ഗവർണറായ വ്യക്തിയാണ് കോൺവാലിസ് പ്രഭു. 2 പ്രാവശ്യം ഗവർണർ ജനറലായി പ്രവർത്തിച്ച ഏക വ്യക്തിയും അദ്ദേഹമാണ്. പദവിയിലിരിക്കെ അന്തരിച്ച ബംഗാളിലെ ആദ്യ ഗവർണർ ജനറലാണ് കോൺവാലിസ് പ്രഭു. ഇന്ത്യൻ നിയമങ്ങളെ ആദ്യമായി ക്രോഡീകരിക്കുകയും കോടതികളെ ഗ്രേഡുകളായി തരംതിരിക്കുകയും
ജില്ലാ കോടതികൾ സ്ഥാപിക്കുകയും ചെയ്തത് അദ്ദേഹമാണ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന കോൺവാലിസ് പ്രഭു ഇന്ത്യയിൽ ആദ്യമായി പോലീസ് സമ്പ്രദായം നടപ്പിലാക്കുകയും ക്രിമിനൽ കോടതികൾ സ്ഥാപിക്കുകയും ചെയ്തു. റവന്യൂ ഭരണവും നീതിന്യായ സമ്പ്രദായവും വേർതിരിക്കാനായി കോൺവാലിസ് കോഡ് എന്ന കോഡ് കൊണ്ടുവന്നത് കോൺവാലിസ് പ്രഭുവാണ്. 1791 ഇദ്ദേഹം ഗവർണർ ജനറൽ ആയിരിക്കുമ്പോഴാണ് ജൊനാഥൻ ഡങ്കൻ ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് വിവിധ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന നികുതി സമ്പ്രദായങ്ങളായിരുന്നു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റയറ്റ് വാരി വ്യവസ്ഥ, മഹൽവാരി വ്യവസ്ഥ എന്നിവ. ഇതിൽ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിലാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. 1793 കോൺവാലിസ് പ്രഭുവാണ് ഈ ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. കർഷകരിൽ നിന്നും അവരുടെ വിളവിന്റെ 60% ജന്മിമാരായ സെമീന്ദർമാർ വഴിയായിരുന്നു നികുതിയായി പിരിച്ചിരുന്നത്. അതിനാൽ ഇത് സെമീന്ദാരി സമ്പ്രദായം എന്നും അറിയപ്പെട്ടിരുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതിൽ നിന്നും വിഭിന്നമായി കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന റയറ്റ് വാരി സമ്പ്രദായമാണ് നടപ്പിലാക്കിയത്. വടക്കൻ സംസ്ഥാനങ്ങളിലും പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലും ഗ്രാമത്തലവന്മാർ വഴിയായിരുന്നു നികുതി പിരിച്ചിരുന്നത്. ഇത് മഹൽവാരി സമ്പ്രദായം എന്ന് വിളിക്കപ്പെട്ടു. 1805 ഒക്ടോബർ 5 കോൺവാലിസ് പ്രഭു അന്തരിച്ചു. അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷ പ്രകാരം അന്ത്യവിശ്രമ സ്ഥലം ഗംഗയുടെ തീരത്തുള്ള പട്ടണമായ ഉത്തർപ്രദേശിലെ ഗാസിപൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. കോൺവാലിസിനു ശേഷം സർ ജോൺ ഷോർ ആയിരുന്നു ബംഗാൾ ഗവർണർ ജനറൽ ആയത്. ശ്രദ്ധേയമായ 1-2 നേട്ടങ്ങൾ മാത്രമാണ് അദ്ദേഹം സമ്പാദിച്ചത്. 1793 ചാർട്ടർ ആക്ട് നിലവിൽ വന്നപ്പോൾ ബംഗാൾ ഗവർണർ ജനറൽ സർ ജോൺ ഷോർ ആയിരുന്നു. ഇദ്ദേഹമാണ് ഇടപെടാതിരിക്കൽ നയം അഥവാ നോൺ ഇന്റർവെൻഷൻ പോളിസി നടപ്പിലാക്കിയത്. സർ ജോൺ ഷോറിന് ശേഷം വന്ന സുപ്രധാന ഗവർണർ ജനറൽ ആയിരുന്നു റിച്ചാർഡ് വെല്ലസ്ലി. ബംഗാൾ കടുവ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് റിച്ചാർഡ് വെല്ലസ്ലി ആയിരുന്നു. മദ്രാസ് പ്രസിഡൻസി സ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ബംഗാളിലെ ഗവർണർ ജനറൽ വെല്ലസ്ലി ആയിരുന്നു. റിച്ചാർഡ് വെല്ലസ്ലിയുടെ സുപ്രധാന തീരുമാനങ്ങളിൽ ഒന്ന് നാട്ടുരാജ്യങ്ങൾക്കുള്ള സൈനിക സഹായ വ്യവസ്ഥ ആയിരുന്നു. 1798 സൈനിക സഹായ വ്യവസ്ഥ നിലവിൽ വന്നത്. ഈ വ്യവസ്ഥ അംഗീകരിക്കുന്ന നാട്ടുരാജ്യം തങ്ങളുടെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് പ്രതിനിധിയെ നിയമിക്കുകയും ഒരു ബ്രിട്ടീഷ് സൈന്യത്തെ സ്വന്തം ചിലവിൽ നിലനിർത്തുകയും വേണം. ഇങ്ങനെ വ്യവസ്ഥ അംഗീകരിക്കുന്ന നാട്ടുരാജ്യം മറ്റൊരു നാട്ടുരാജ്യവുമായി സന്ധിയിൽ ഏർപ്പെടാൻ പാടുള്ളതല്ല. ആ നാട്ടുരാജ്യത്തിന്റെ സമ്പൂർണ്ണ സുരക്ഷ ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കുന്നതായിരിക്കും. ഈ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യം ഹൈദരാബാദ് ആയിരുന്നു. 1802 ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറൽ റിച്ചാർഡ് വെല്ലസ്ലി ആയിരുന്നു. 1799 4ാം മൈസൂർ യുദ്ധം നടന്നത് സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിച്ചായിരുന്നു. ഈ വ്യവസ്ഥയിൽ ചേരാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് മൈസൂർ നാട്ടുരാജ്യം ബ്രിട്ടീഷ് കമ്പനിയുമായി യുദ്ധത്തിലേർപ്പെടുകയും മൈസൂർ രാജാവായ ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുകയുമാണ് ഉണ്ടായത്. 1803 മുതൽ 1805 വരെ നടന്ന രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധത്തെ തുടർന്ന് ബാസെയിൻ സന്ധി ഒപ്പുവെക്കുകയും 1800 കൽക്കട്ടയിൽ ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിക്കപ്പെടുകയും ചെയ്തത് റിച്ചാർഡ് വെല്ലസ്ലിയുടെ കാലത്തായിരുന്നു. പിന്നീട് 1807
ഇന്ത്യയിൽ അടിമ വ്യാപാരം നിർത്തലാക്കിയ ജോർജ് ബാർലോയും 1809 അമൃത്സർ സന്ധി ഒപ്പുവെച്ച മിന്റോ പ്രഭുവും ബംഗാൾ ഭരണം കൈയാളി. 1813 മൊയ്റ പ്രഭു എന്നറിയപ്പെട്ടിരുന്ന ഹേസ്റ്റിംഗ്സ് പ്രഭുവാണ് നേപ്പാൾ കീഴടക്കുകയും 1814 മുതൽ 16 വരെ ഗൂർഖ യുദ്ധത്തിന്റെ അമരക്കാരനും ആയിരുന്നു.